അടുത്ത ടോപ്പിക്കിൽ നമ്മൾ നോക്കുന്നത് എന്താ ലാർജ് സാമ്പിൾ ടെസ്റ്റുകളെ പറ്റിയാണ് പറയണേ. ആർക്ക് വേണ്ടിയിട്ടുള്ളതാ? സിംഗിൾ മീനിൻ്റെ കേസിലത്തെ ലാർജ് സാമ്പിൾ ടെസ്റ്റുകൾ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യണേ? ബൈ ടെസ്റ്റിംഗ് ദ മീൻ നമ്മൾ എന്താ ചെയ്യണേ? ഒരു പോപ്പുലേഷൻ്റെ മീൻ ടെസ്റ്റ് ചെയ്യണത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ? വി ആർ ആക്ച്വലി ടെസ്റ്റിംഗ് ദ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ പോപ്പുലേഷൻ മീൻ ആൻഡ് സാമ്പിൾ മീൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പോപ്പുലേഷൻ മീൻ ഉണ്ട്. ആ പോപ്പുലേഷൻ മീനിൽ നിന്ന് എത്രത്തോളം വ്യത്യാസം നമ്മുടെ സാമ്പിൾ മീൻ എന്ന് പറഞ്ഞ് കിട്ടിയ ആൾക്കുണ്ട് എന്നുള്ള ടെസ്റ്റിംഗ് ആണ് നമ്മൾ ഇവിടെ ഈ ഒരു മെത്തേഡിൽ ചെയ്യാൻ പോണത്. ഒന്നുകൂടി പറയാം, പോപ്പുലേഷൻ മീൻ എന്ന് പറഞ്ഞിട്ട് ഒരാൾ നമുക്ക് ഓൾറെഡി സെറ്റായിട്ടുണ്ട്. ആ പോപ്പുലേഷൻ മീനിൽ നിന്ന് എത്രത്തോളം ഡിഫർ ചെയ്യുന്നുണ്ട് നമ്മളെടുത്ത സാമ്പിളിൻ്റെ മീൻ എന്നാണ് നമ്മൾ നോക്കാൻ പോണത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് വേണ്ടി വരിക നമുക്ക് എന്തായിരിക്കും? അപ്പോൾ നമ്മൾ ഈ ഒരു കേസിൽ നമ്മൾ ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് വി വാണ്ട് ടു ടെസ്റ്റ്, അപ്പോൾ നമ്മുടെ നൾ ഹൈപ്പോത്തസിസ് ആണ് ആദ്യം ഞാൻ എഴുതാൻ പോണത്. അപ്പോൾ സപ്പോസ് വി വാണ്ട് ടു ടെസ്റ്റ്, നമ്മുടെ നൾ ഹൈപ്പോത്തസിസ് എങ്ങനെയാണ് ഞാൻ എഴുതണം നോക്കിക്കോളൂ. H0 എന്നിട്ട് എന്താ എഴുതിയിരിക്കണത്? മ്യൂ ഈക്വൽ ടു മ്യൂ നോട്ട് ആണോ എന്നാണ് ചെക്ക് ചെയ്യാൻ പോണത്. അപ്പോൾ ഇത് മ്യൂ ആണ്, ഇത് മ്യൂ നോട്ട് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നൾ ഹൈപ്പോത്തസിസ് ഞാൻ എഴുതി കഴിഞ്ഞു. നമ്മൾക്കിവിടെ ടെസ്റ്റ് ചെയ്യേണ്ടത് H0 മ്യൂ ഈക്വൽ ടു മ്യൂ നോട്ട് എന്ന് പറയുന്നതാണ് നൾ ഹൈപ്പോത്തസിസ്. ഇത് ആർക്കെതിരെയാണ് ടെസ്റ്റ് ചെയ്യുക? ചിലപ്പോൾ നമ്മുടെ ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ് ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടോ? ചിലപ്പോൾ എന്താവാം? മ്യൂ ഗ്രേറ്റർ ദാൻ മ്യൂ നോട്ട് ആവാം അല്ലേ? അല്ലെങ്കിലോ പിന്നെ ഏത് കേസാണല്ലേ? സോറി, ഇത് H1 ആണ് കേട്ടോ. നിങ്ങൾ എഴുതുമ്പോഴും കറക്റ്റ് ചെയ്യണേ. അടുത്ത ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ് എങ്ങനെയാണ് വരിക? H1 മ്യൂ ലെസ് ദാൻ മ്യൂ നോട്ട് എന്നല്ലേ വരിക? ഇതും അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ അടുത്ത ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ് വരിക? H1 സച്ച് ദാറ്റ് മ്യൂ നോട്ട് ഈക്വൽ ടു എന്തെന്നാ? മ്യൂ നോട്ട് എന്ന് വരാം. കണ്ടോ? അപ്പോൾ നിങ്ങളുടെ ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് ഏതാവാം? നമ്മുടെ നൾ ഹൈപ്പോത്തസിസ് അല്ലാത്ത ഏത് വേണമെങ്കിൽ ആവാം. നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് എന്താ? മ്യൂ ഈക്വൽ ടു മ്യൂ നോട്ട്. അതാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ് ആയിട്ട് ആരെടുക്കാം? H1 മ്യൂ ഗ്രേറ്റർ ദാൻ മ്യൂ നോട്ട് ആവാം, അല്ലെങ്കിൽ H1 മ്യൂ ലെസ് ദാൻ മ്യൂ നോട്ട് എന്നാവാം, അതല്ലെങ്കിൽ H1 മ്യൂ നോട്ട് ഈക്വൽ ടു എന്തെന്നും ആവാം? മ്യൂ നോട്ട് ആവാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രൊസീജിയർ. ആദ്യം നമ്മൾ നൾ ഹൈപ്പോത്തസിസും ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസും എഴുതി വെക്കണം. ഇനി നമ്മൾ ആരെ സെലക്ട് ചെയ്യണം? ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്താണെന്ന് പറയണം. ഒന്നുമില്ല, എന്താണെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. Z is equal to എക്സ് ബാർ മൈനസ് മ്യൂ ബൈ എന്നൊക്കെ പറഞ്ഞൊരു സംഭവം പഠിച്ചിട്ടില്ലേ? ആ കാര്യമാണ് ഞാൻ എഴുതാൻ പോണേ. അപ്പോൾ അതിനെ നമ്മൾ പറയുക ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്നാണ് കേട്ടോ. അപ്പോൾ അതെന്താണെന്നുള്ളതാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് നോക്കാൻ പോണത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാവുന്നൊരു കാര്യമാണ് എന്തെന്നാ? വി നോ Z is equal to, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം എന്തെന്നാ? എക്സ് ബാർ മൈനസ് മ്യൂ എന്നാണ് സാധാരണ എഴുതാറ്. ഇവിടെ മ്യൂവിന് പകരം എന്ത് എഴുതണേ? മ്യൂ നോട്ട് ബൈ സിഗ്മ ബൈ √10. ഇങ്ങനത്തെ ഒരു സംഭവം കഴിഞ്ഞ ക്ലാസ്സിലും കണ്ടിരുന്നു. എക്സ് ബാർ മൈനസ് മ്യൂ ആയിരുന്നു അവിടെ എഴുതിയിരുന്നത്. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യണത് എന്താ? മ്യൂ നോട്ടിന് ഈക്വൽ ആണോ എന്നാണ് ചെക്ക് ചെയ്യണേ. അതുകൊണ്ട് മ്യൂവിൻ്റെ സ്ഥാനത്ത് ആരെ കൊണ്ട് കൊടുക്കുക? മ്യൂ നോട്ട് കൊടുക്കുക. നമുക്കറിയാം ഇത് ഏത് ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന അറിയാം? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ 0യും വേരിയൻസ് എന്താ? 1 ആണ്. ഈ എഴുതിയാലെ എക്സ് ബാർ എന്താ? അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഇവിടെ നിങ്ങൾ വേണമെങ്കിൽ എഴുതുമ്പോൾ എഴുതി വെച്ചുകൂടാ. ഈ എഴുതിയാലെ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? സാമ്പിൾ മീനാണ്. മനസ്സിലായോ? ഈ സിഗ്മ എന്ന് പറയണത് എന്താ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ആരുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്? പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കേട്ടോ. N എന്ന് പറയണത് എന്താ? ആ സാമ്പിളിൻ്റെ സൈസ്. നമ്മളെടുത്ത സാമ്പിൾ 100 ഒബ്ജക്ട്സ് എടുത്തു, 100 ബൾബ് സെലക്ട് ചെയ്തു എന്നൊക്കെ പറയില്ല, അതുപോലെ. അപ്പോൾ N എന്ന് പറഞ്ഞാൽ 100 എടുക്കേണ്ടി വരും. ഇവിടെ N എന്ന് പറഞ്ഞാൽ സാമ്പിൾ സൈസ് ആണ്. മ്യൂ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മ്യൂ നോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾക്ക് ടെസ്റ്റ് ചെയ്യേണ്ട മീനിൻ്റെ വാല്യൂ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്തെന്ന് എടുക്കണേ? മ്യൂ നോട്ട് എന്ന് എടുക്കണം. അപ്പോൾ മ്യൂ നോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ ഓഫ് സ്പെസിഫൈഡ് പോപ്പുലേഷൻ. അപ്പോൾ ഇതൊന്നും നിങ്ങൾ വിസ്തരിച്ചറിയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ ഫോർമുല അറിഞ്ഞു വയ്ക്കുക. എന്തെന്നാ? നമ്മുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്താണെന്ന് വെച്ചാൽ ഈ കേസിൽ ആരാ? Z ആണ്. അതിൻ്റെ ഫോർമുല എക്സ് ബാർ മൈനസ് മ്യൂ നോട്ട് ബൈ സിഗ്മ ബൈ √10 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഏത് ഡിസ്ട്രിബ്യൂഷനാണ് ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞു? നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ് ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞു. ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഇതിൽ എക്സ് ബാർ അറിയാം, മ്യൂ നോട്ട് അറിയാം, സിഗ്മ അറിയാം, √10 അറിയാം. ഇത് വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? Z-ൻ്റെ ഒരു വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊസീജിയർ. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഫൈൻഡ് എ വാല്യൂ ഓഫ് Z എത്തി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ H0 ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നൊക്കെയുള്ള കാര്യം ഉണ്ടല്ലോ, അതിൻ്റെ കാര്യമാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് പറയാൻ പോണത്. ഓക്കെ, അപ്പോൾ നോക്കിക്കോളൂ. അതിൻ്റെ കാര്യം ഞാൻ എഴുതിയിട്ട് കാണിച്ചു തരാം എന്താണെന്നുള്ളത് എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിനി അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ എവിടെ വരെ എത്തി? Z-ന് നമുക്കൊരു വാല്യൂ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഈ Z-ൻ്റെ ഒരു വാല്യൂ നമുക്ക് എത്തിയിട്ടുണ്ടായി, അതുവരെയാണ് പറഞ്ഞിരുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളോട് ക്വസ്റ്റ്യനിൽ പറയാം 95% ഇൻ്റർവലൊക്കെ കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞില്ലേ, അതുപോലെയാണ് ക്വസ്റ്റ്യൻ വരിക. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് അവർ തന്നിട്ടുണ്ടാവും. 95% എന്നോ
99% എന്നൊക്കെ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളിനി എന്ത് തീരുമാനിക്കണം? ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറഞ്ഞൊരു സംഭവം തീരുമാനിക്കണം. ഓക്കെ, അപ്പോൾ ക്രിട്ടിക്കൽ റീജിയൻ തീരുമാനിക്കുന്നത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ് നോക്കിയിട്ടാണ് നമ്മൾ ആരാ തീരുമാനിക്കുക? ക്രിട്ടിക്കൽ റീജിയൻ. അപ്പോൾ നമ്മുടെ നൾ ഹൈപ്പോത്തസിസ് ഇവിടെ എഴുതിയിട്ട് H0 എന്ന് പറയുന്നത് μ = μ0 ആണോ എന്ന് ചെക്ക് ചെയ്യണം. വേഴ്സസ് എന്തിൻ്റെ കൂടെയാണ്? നമ്മുടെ ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ് H1 എന്ന് എഴുതിയിട്ടുണ്ട്. അതെന്താണെന്ന് എഴുതിയിരിക്കണേ? μ > μ0 ആണോ എന്നാണ് നോക്കണേ എന്നുണ്ടെങ്കിൽ ക്രിട്ടിക്കൽ റീജിയൻ നമ്മൾ എങ്ങനെ എടുക്കണം എന്ന് വെച്ചാൽ Z എന്താണെന്ന് എടുക്കുക? Z ആൽഫ. അപ്പോൾ എന്താ പറഞ്ഞേ? μ > μ0 എന്നാണ് ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രിട്ടിക്കൽ റീജിയൻ എന്താ വരിക? Z > Z ആൽഫ എന്നുള്ളതാണ് ക്രിട്ടിക്കൽ റീജിയൻ വരിക. മനസ്സിലായോ? എന്നാൽ രണ്ടാമത്തെ കേസിൽ μ < μ0 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ക്രിട്ടിക്കൽ റീജിയൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ Z എന്താണെന്ന് ഓർത്തുകൊള്ളുക? -Z ആൽഫ ആണെന്ന് ഓർത്തുകൊള്ളുക. ഓക്കെ, എന്നാൽ ഈ > പകരം ജസ്റ്റ് ആൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ് വരുന്നത് μ ≠ μ0 ആണെങ്കിൽ ഇവിടുത്തെ ക്രിട്ടിക്കൽ റീജിയൻ എങ്ങനെ എഴുതണമെന്ന് വെച്ചാൽ |Z > എന്താണെന്ന് എഴുതണം? Z∝/2 ആണെന്ന് എഴുതണം. മനസ്സിലായോ? ഇത്രയും എഴുതിയതിന് ശേഷം നമുക്ക് എന്ത് പറയാം? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത Z-ന്റെ വാല്യൂ. അപ്പോൾ ഇത് എന്ത് കാണാനുള്ളതാണ് ഞാൻ പറഞ്ഞത്? ക്രിട്ടിക്കൽ റീജിയൻ എങ്ങനെ തീരുമാനിക്കണേ എന്നുള്ള കാര്യമാണ് തൊട്ട് മുമ്പത്തെ പറഞ്ഞത് കേട്ടോ. അതായത് എന്താ? മ്യൂവിൻ്റെ വാല്യൂ μ0 വലുതെന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ എന്നുണ്ടെങ്കിൽ ക്രിട്ടിക്കൽ റീജിയൻ എങ്ങനെയാണ് നോക്കണ്ടേ? Z∝ വലുതാണോ നോക്കുക. ഈ രണ്ടാമത്തെ കേസിലാണെങ്കിൽ ക്രിട്ടിക്കൽ റീജിയൻ എന്താ വരിക? Z < Z∝ ആണോ നോക്കുക. എന്നാൽ നമ്മുടെ ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ് ഈ രൂപത്തിലാണെങ്കിൽ μ ≠ μ0 എന്നുള്ള രൂപത്തിലാണെങ്കിൽ ക്രിട്ടിക്കൽ റീജിയൻ എന്താണോ നോക്കണം? |Z > Z∝/2 ആണോ നോക്കണം. ഓക്കെ, എന്നിട്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരു വാല്യൂ Z-ൻ്റെ ഒരു വാല്യൂ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായല്ലോ. എവിടെ? ഇവിടുത്തെ ഈ സ്റ്റെപ്പിൽ Z കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ Z-ൻ്റെ വാല്യൂ എന്താണെന്ന് വിചാരിക്കുക? ആ ക്രിട്ടിക്കൽ റീജിയൻ്റെ ഉള്ളിലാക്കി നിൽക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഇഫ് ദ കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് Z ലൈസ് ഇൻ ദ ക്രിട്ടിക്കൽ റീജിയൻ, നമ്മൾക്ക് കിട്ടിയ Z-ൻ്റെ വാല്യൂ ക്രിട്ടിക്കൽ റീജിയനിലാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? നമ്മുടെ H0 റിജക്റ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഈ ക്രിട്ടിക്കൽ റീജിയൻ്റെ പ്രാധാന്യം എന്താ? നമുക്ക് കിട്ടിയ Z-ൻ്റെ വാല്യൂ ആ ക്രിട്ടിക്കൽ റീജിയനിൽ പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹൈപ്പോത്തസിസ് നൾ ഹൈപ്പോത്തസിസിനെ എന്ത് ചെയ്തിരിക്കണം? റിജക്റ്റ് ചെയ്തിരിക്കണം. മനസ്സിലായോ? അതല്ലെങ്കിൽ അങ്ങനെയല്ല, ക്രിട്ടിക്കൽ റീജിയനിൽ പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അയാൾ എന്ത് ചെയ്യാം? ആക്സെപ്റ്റ് ചെയ്യാം. മനസ്സിലായോ? അപ്പോൾ അതാണ് ഞാനിവിടെ എഴുതണേ. ഒന്നുമില്ലെങ്കിൽ നമ്മുടെ ക്രിട്ടിക്കൽ റീജിയനിൽ ഈ Z പെട്ടുപോയി കഴിഞ്ഞാൽ H0 എന്ത് ചെയ്തിരിക്കണം? റിജക്റ്റ് ചെയ്തിരിക്കണം. അതർവൈസ് അങ്ങനെ പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? H0 ആക്സെപ്റ്റ് ചെയ്യുക. മനസ്സിലായോ? അപ്പോൾ ഇത് വെച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചും കൂടി ക്ലിയർ ആവും. ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് വെക്കുക. നമുക്കിവിടെ ഓർക്കേണ്ട കാര്യം ഇതാണ്. ഒന്ന് Z കാണാനുള്ള ഈ ഫോർമുല അറിഞ്ഞു വെക്കുക. പിന്നെ ഈ ക്രിട്ടിക്കൽ റീജിയൻ എങ്ങനെയാണ് തിരഞ്ഞെടുക്കണേ എന്നുള്ളത് അത് ആരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്? ഈ ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ് എങ്ങനെയാണെന്ന് നോക്കിയിട്ടാണ് ഈ ക്രിട്ടിക്കൽ റീജിയൻ നമ്മൾ തീരുമാനിക്കേണ്ടത്. അപ്പോൾ ആ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് നിങ്ങളിവിടെ അറിഞ്ഞു വെക്കേണ്ടതുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കാണാം. നമ്മൾ നേരത്തെ പഠിച്ച ഫോർമുല വെച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താ എഴുതിയിരിക്കുന്നത്? എ സാമ്പിൾ ഓഫ് 25 items വാസ് സെലക്റ്റഡ് ഫ്രം എ പോപ്പുലേഷൻ വിത്ത് എന്തെന്ന് പറഞ്ഞിട്ടുണ്ട്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 10 ആൻഡ് സാമ്പിൾ മീൻ 65. അപ്പോൾ ഇത്രയും വായിച്ചു തന്നാൽ നിങ്ങൾക്ക് 3-4 കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. N എന്ന് പറയുന്നത് സാമ്പിളിൻ്റെ സൈസ് 25 ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അത് ആരുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്? പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അഥവാ സിഗ്മ തന്നിട്ടുണ്ട്. എത്രയാണ്? 10 ആണ്. അപ്പോൾ ഞാനിവിടെ സൈഡിൽ എഴുതാം കേട്ടോ. അതായത് നമുക്ക് തന്ന കാര്യങ്ങൾ N എന്ന് പറയുന്നത് 25 ആണ്. പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയതുകൊണ്ടാണ് സിഗ്മ എന്ന് എഴുതിയത് 10 ആണ്. പിന്നെയോ സാമ്പിൾ മീൻ 65. അപ്പോൾ സാമ്പിൾ മീനിനെ ഡിനോട്ട് ചെയ്യണത് X⁻ ആണെന്ന് ഓർത്തോളുക. അത് 65 ആണെന്ന് തന്നിട്ടുണ്ട്. ഇത്രയും തന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്താണെന്ന് നോക്കിയോ? Can it be regarded as a sample from a normal population? അതായത് നമ്മൾ 25 ഐറ്റംസിൻ്റെ ഒരു സാമ്പിൾ എടുത്തല്ലോ. ഈ എടുത്ത സാമ്പിൾ എവിടെ നിന്ന് വന്നതാണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കണേ. ഒരു നോർമൽ പോപ്പുലേഷനിൽ നിന്ന് കിട്ടിയതാണോ എന്ന് ചെക്ക് ചെയ്യണം. അത് വെറുതെ ഒരു നോർമൽ പോപ്പുലേഷനിൽ നിന്നാണോ എന്നല്ല. വിത്ത് മീൻ എത്രയാ? 60. അതായത് നമ്മളെടുത്ത് 25 സാമ്പിൾ ഉണ്ടല്ലോ, 25 എണ്ണത്തിൻ്റെ ആ സാമ്പിൾ എവിടെ നിന്നാണോ നോക്കണം. എടുത്ത പോപ്പുലേഷൻ എന്ത് പോപ്പുലേഷൻ ആണോ എന്ന് നോക്കണ്ടേ? ഒരു നോർമൽ പോപ്പുലേഷൻ ആണോ എന്ന് നോക്കണം. ആ നോർമൽ പോപ്പുലേഷൻ്റെ മീൻ 60 ആണോ എന്ന് നോക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ടെസ്റ്റ് ചെയ്യേണ്ടത്, അപ്പോൾ ഇവിടെ മീൻ 60 ആണോ എന്നാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. മനസ്സിലായോ? അപ്പോൾ നിങ്ങളിവിടെ എങ്ങനെ ഇതിൻ്റെ നൾ ഹൈപ്പോത്തസിസ് എഴുതുക? വി ഹാവ് ടു ടെസ്റ്റ്. നമ്മുടെ നൾ ഹൈപ്പോത്തസിസ് വരിക
H0 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ പോണത് എന്താ, മ്യൂവിൻ്റെ വാല്യൂ 60 ആണോ എന്നാണ് ചെക്ക് ചെയ്യാൻ പോണത് അല്ലേ. വേഴ്സസ് ഇതിൻ്റെ ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ് നിങ്ങൾക്ക് എന്താ എഴുതാൻ പറ്റുക, നമ്മൾ ചെക്ക് ചെയ്യണത് മ്യൂവിൻ്റെ വാല്യൂ 60 ആണോ എന്നാണ്. അപ്പോൾ ഇതിൻ്റെ എതിർ കേസ് എന്താ, മ്യൂവിൻ്റെ വാല്യൂ 60 അല്ല എന്ന് എടുക്കുക, അത്ര മാത്രമേ ഇതിൽ ചെയ്യാനുള്ളൂ. മനസ്സിലായോ? മ്യൂ 60 ആണോ എന്നാണ് നമ്മളോട് ചോദിച്ചേക്കണേ. മ്യൂ എന്ന് വെച്ചാൽ എന്താ, പോപ്പുലേഷൻ്റെ മീൻ മ്യൂ അല്ലേ, അത് 60 ആവുമോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ അതിനെ H0 എന്ന് പറയുന്നത് നൾ ഹൈപ്പോത്തസിസ് മ്യൂ ഈക്വൽ ടു 60 ആണെന്ന് എടുത്തു. വേഴ്സസ് ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് എന്താണെന്ന് എടുത്തു, മ്യൂ 60 അല്ല എന്ന് എടുത്തു. ഓക്കെ, ഇനി നമ്മൾ എന്നും സിഗ്മയും എക്സ് ബാറും പിന്നെയോ മ്യൂ നോട്ട് നമ്മൾ ഇങ്ങനെ എടുത്തുല്ലോ. അപ്പോൾ മ്യൂ ഈക്വൽ ടു 60 എന്ന് എടുത്തത് കൊണ്ട് ഇതിൽ നമുക്കൊരു കാര്യം കൂടി കിട്ടി. മ്യൂ നോട്ട് എന്ന് പറയുന്നത് എത്രയാണെന്ന് പറയാം, 60. അപ്പോൾ നമ്മൾ ഈ മ്യൂ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എടുത്ത 16 ഞാൻ എന്തെന്ന് എടുത്തത്, മ്യൂ നോട്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം കൂടി പറയാം. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുമ്പോൾ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് അവർ പറഞ്ഞിട്ടില്ല അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെടുക്കുകയാണ്, 95% കേസാണ് പറയുന്നത് കേട്ടോ. 95% കോൺഫിഡൻസ് ഇൻ്റർവൽ എന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ, അത് പ്രകാരം നമ്മൾ എന്ത് ചെയ്യാണ്, ആൽഫയുടെ വാല്യൂ എത്രയാണെന്ന് എടുക്കുക, 0.05. ഓക്കെ, 95% കേസ്. ഈ 95% എങ്ങനെയാണ് വരണതെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. 100 × 1 - ആൽഫ. അതിൽ ആൽഫയ്ക്ക് പകരം 0.05 ഒക്കെ കൊടുക്കുമ്പോഴാണ് നമുക്കത് 95% ആവണത്. അപ്പോൾ അതിലേക്കൊന്നും പോകണ്ട. ക്വസ്റ്റ്യനിൽ ആൽഫ തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ആൽഫേനെ എന്തെന്ന് എടുത്തോളുക, 0.05 ആക്കി എടുത്തോളുക. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം, നമ്മുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് അഥവാ Z കാണാം. ഓക്കെ, അപ്പോൾ Z കാണാനുള്ള ഫോർമുല ഞാൻ പറഞ്ഞിരുന്നു, എക്സ് ബാർ മൈനസ് മ്യൂ നോട്ട് ബൈ എന്തെന്നാ സിഗ്മ/√10 ആണ്. ഇത് ആരെ ഫോളോ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം, നോർമൽ ഡിസ്ട്രിബ്യൂഷനെ ഫോളോ ചെയ്യുന്ന അറിയാം. ഇതിൻ്റെ വാല്യൂ ആണ് കാണാൻ പോണേട്ടാ. Zൻ്റെ എക്സ് ബാർ എന്ന് വെച്ചാൽ 65 ആണ്, മ്യൂ നോട്ട് എന്ന് പറഞ്ഞാൽ 60 ആണ്, സിഗ്മ/√10 സിഗ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്, 10 ആണ്. √10 എന്ന് വെച്ചാൽ √25 അത് 5 ആണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ഇത് എങ്ങടാ എത്താൻ പോകണമെന്ന് മനസ്സിലായോ. 65 - 60 എന്ന് പറയുമ്പോൾ 5/2 എത്തും. അഥവാ നമുക്ക് Z-ൻ്റെ വാല്യൂ ഇപ്പോൾ ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ട്, എത്രയാണ്, 2.5. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ക്രിട്ടിക്കൽ റീജിയൻ തീരുമാനിക്കണം അല്ലേ. ക്രിട്ടിക്കൽ റീജിയൻ തീരുമാനിക്കാനായിട്ട് നമ്മൾ ആരെയാണ് നോക്കണ്ടേ, നമ്മുടെ ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസിലോട്ടൊരു നോട്ടം വയ്ക്കുക. നമ്മൾ ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ് എന്തായിരിക്കണമെന്ന് ശ്രദ്ധിച്ചോ നിങ്ങളുടെ ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ് മ്യൂ നോട്ട് ഈക്വൽ ടു എന്നുള്ള കേസാണ് അല്ലേ. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ് ഇങ്ങനെയാണെങ്കിൽ മ്യൂ നോട്ട് ഈക്വൽ ടു മ്യൂ നോട്ട് എന്നുള്ള കേസ് ആണെങ്കിൽ ക്രിട്ടിക്കൽ റീജിയൻ എന്താ വരിക, മോഡുലസ് ഓഫ് Z ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു Z∝/2. CR എന്ന് എഴുതുന്നത് ക്രിട്ടിക്കൽ റീജിയൻ ആണെന്ന് വിചാരിക്കും കേട്ടോ. ഈ രീതിക്കാണ് നിങ്ങളുടെ ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ് മ്യൂ നോട്ട് ഈക്വൽ ടു മ്യൂ നോട്ട് എന്നുള്ള രീതിയിലാണെങ്കിൽ നിങ്ങളുടെ ക്രിട്ടിക്കൽ റീജിയൻ വരിക മോഡുലസ് ഓഫ് Z എന്തിനേലും വലുതാണോ നോക്കണം, Z∝/2 വലുതാണോ നോക്കണം. അപ്പോൾ നിങ്ങൾക്കറിയാം ആൽഫയുടെ വാല്യൂ 0.5 അല്ലെങ്കിൽ 0.05 ആയതുകൊണ്ട് ആൽഫ/2 എന്ന് പറയുന്നത് 0.025 ആണ് വരിക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ Z∝/2 അതല്ലെങ്കിൽ നിങ്ങൾ ഇത്ര ഓർത്താൽ മതി. 95% ഇൻ്റർവെലിൻ്റെ കേസ് ഉണ്ടാക്കണം നേരത്തെ പറഞ്ഞില്ലേ, കോൺഫിഡൻസ് ഇൻ്റർവെൽ. അപ്പോൾ എന്താ Z∝/2 എടുക്കാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ, Z∝/2ൻ്റെ വാല്യൂ എത്രയാണ്, 1.96 ആണ്. ഈ 1.96 എവിടെ നിന്നാണ് കിട്ടണേ, നമ്മുടെ സ്റ്റാൻഡേർഡ് നോർമലിൻ്റെ ടേബിളില്ലേ അതിൽ നിന്ന് കിട്ടണതാണ്. മനസ്സിലായോ. അപ്പോൾ നമുക്ക് Z-ൻ്റെ വാല്യൂ കിട്ടിയത് 2.5. നമ്മൾ എന്താ ചെക്ക് ചെയ്യേണ്ടത്, ക്രിട്ടിക്കൽ റീജിയനിൽ Z പെട്ടുണ്ടോ എന്നല്ല നോക്കണ്ടേ. അപ്പോൾ നമ്മുടെ ക്രിട്ടിക്കൽ റീജിയൻ എന്തായിരുന്നു, അതാണ് ഞാൻ ഇനി ഇവിടെ എഴുതണം കേട്ടോ. അപ്പോൾ ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറയുന്നത് മോഡ് Z എന്തിനേലും വലുതിൽ വരണം, Z∝/2 വലുതാണോ നോക്കണം, നോക്കിക്കോളൂ കേട്ടോ. നമ്മുടെ കേസിലെ മോഡ് Z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡ് 2.5 അല്ലേ വരണേ. ഈ മോഡ് 2.5 എന്തിനേലും വലുതാണോ നോക്കണം, ഗ്രേറ്റർ ദാൻ 1.96 ആണോ, നിങ്ങൾ തന്നെ നോക്കിക്കോളൂ. 2.5ൻ്റെ മോഡൽസ് എടുത്താൽ 2.5 തന്നെയാണ്. ഇത് ഗ്രേറ്റർ ദാൻ 1.96 എന്ന് വരുന്നുണ്ടോ, അത് കറക്റ്റ് ആണോ, ശരിയാണ് അല്ലേ. 2.5 1.96 വലുതാ. അതായത് എന്ത് കിട്ടി, Z ആരേലും വലുതാ അല്ലെങ്കിൽ മോഡുലസ് ഓഫ് Z ആരിനേലും വലുതാ, Z∝/2 വലുതാണ്. അതായത് എൻ്റെ അർത്ഥം എന്താ, നമ്മുടെ ഈ Z എന്തിൽ പെട്ടുപോയി, ക്രിട്ടിക്കൽ റീജിയനിൽ പെടുന്നുണ്ട്. അതല്ലെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന അർത്ഥം എന്താ, Z ക്രിട്ടിക്കൽ റീജിയനിലാണ് വരണേ. Z ക്രിട്ടിക്കൽ റീജിയനിൽ വന്നാൽ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്, നമ്മൾ നമ്മുടെ നൾ ഹൈപ്പോത്തസിസിനെ റിജക്റ്റ് ചെയ്യണം. അതായത് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അപ്പോൾ ദെർഫോർ റിജക്റ്റ് എന്തെന്ന് കൺഫേം ചെയ്യുക, H0. ഓക്കെ, അതായത് അതിൻ്റെ അർത്ഥം എന്താ, അപ്പോൾ നമ്മളെടുത്ത ഈ സാമ്പിൾ ഉണ്ടല്ലോ അത് എവിടെ നിന്നാണ് എടുത്തതെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. നമ്മളെടുത്ത പോപ്പുലേഷൻ്റെ മീൻ 60 തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നമുക്കിവിടെ എന്താ എഴുതാൻ പറ്റിയ കൺക്ലൂഷൻ, സാമ്പിൾ കനോട്ട് ബി റിഗാർഡഡ് ആസ് ടേക്കൺ ഫ്രം എ നോർമൽ പോപ്പുലേഷൻ, cannot be regarded as taken from a normal population with mean 60.
അപ്പോൾ അതാണ് നമ്മൾ എഴുതുന്നത് കേട്ടോ. cannot be regarded as taken from നോർമൽ പോപ്പുലേഷൻ വിത്ത് മീൻ 60. അതായത് ഇത്രയേ ഉള്ളൂ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ എടുത്ത സാമ്പിൾ എവിടെ നിന്നാണ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു നോർമൽ പോപ്പുലേഷനിൽ നിന്ന് എടുത്തതാണെന്നോ അല്ലെങ്കിൽ ആ നോർമൽ പോപ്പുലേഷൻ്റെ മീൻ 60 ആണെന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അത്ര മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. നോർമൽ പോപ്പുലേഷൻ വിത്ത് മീൻ 60. അതായത് നമ്മൾ ഈ എടുത്ത സാമ്പിൾ ഒരു പോപ്പുലേഷൻ ഉണ്ടല്ലോ, ആ പോപ്പുലേഷൻ്റെ മീൻ 60 ആണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അത്ര മാത്രമേ ഈ ക്വസ്റ്റ്യനിൽ പറയുള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞ കാര്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എവിടെയെങ്കിലും ഇപ്പം ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ വരണ ലൈവ് സെഷനിലോ അതല്ലെങ്കിൽ കോളേജിൽ വരുമ്പോഴോ നിങ്ങൾക്ക് ചോദിച്ച് ക്ലിയർ ആക്കാം. ഇത് മനസ്സിലാക്കി പോവുക. ഇതിൻ്റെ അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത സെഷനിൽ കാണുന്നതായിരിക്കും. ഓക്കെ.